ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖല്ലേ? ഇന്ന് നമ്മളൊരു ചെമ്മീൻ മുളകിട്ടതായിട്ടാണ് വന്നത്. നമുക്കൊന്ന് വെച്ച് നോക്കിയാലോ. ചട്ടി അടുപ്പത്ത് വെച്ച് ചട്ടിയൊക്കെ ഒന്ന് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ് വെച്ചിട്ട് കറുപ്പ് നമ്മൾ ആ ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ട് 2-3 സ്പൂൺ ഉണ്ടാവേ. ഒരു 1/4 സ്പൂൺ ഉലുവട്ട്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് നമുക്ക് ഇളക്കിയെടുക്കാം കേട്ടോ. പച്ചമണം പോകുന്ന വരെ ഒന്ന് ഇളക്കിയെടുക്കാം. ഒരു 1/2 ഭാഗം ഉള്ളി കേട്ടോ, ഒരു ഉള്ളിൻ്റെ പകുതി ഭാഗം ഉള്ളിയാണ്. അപ്പം അതും കൂടെ ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം കേട്ടോ. നമ്മളിങ്ങനെ വെച്ച് നല്ല ടേസ്റ്റ് ആയി കറി കേട്ടോ. നമ്മൾ നല്ലോണം ഇങ്ങനെ എല്ലാതും ഇട്ടൊന്ന് വഴറ്റിയെടുത്താൽ 2 തക്കാളി മുറിച്ച് വെച്ചതാട്ടത്. അപ്പം അതും കൂടെ അതിലോട്ടിട്ട് എല്ലാം കൂടെ ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. ഒരു 1/2 സ്പൂൺ ഉപ്പിട്ട് അര സ്പൂൺ മഞ്ഞൾപ്പൊടി. ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടാകുമ്പോൾ ആ ഉള്ളി തക്കാളിയൊക്കെ ഒന്ന് വേഗം വാടി വരും കേട്ടോ. അതിന് വേണ്ടിയാണ് നമ്മൾ ഇതിലേക്ക് ഉള്ളിയിലേക്ക് മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അല്ല, വേഗം വാടി വന്നില്ല, നല്ലോണം വാടി കിട്ടി. തക്കാളിയൊക്കെ നല്ലോണം ഉടഞ്ഞ് ഒരു സ്പൂണ് എരിവുള്ള മുളക് പൊടി ആട്ടത്. ഒരു സ്പൂണ് കാശ്മീരി മുളകും എല്ലാം കൂടെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് ചെമ്മീൻ അതിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ലൊരു ചെമ്മീൻ മുളകിട്ടതാട്ടത്. നമുക്ക് ചെമ്മീൻ ആ മസാലയൊക്കെ ഇട്ട് നല്ലോണം ഒന്ന് വഴറ്റി എടുക്കട്ടോ. വീഡിയോ നമ്മൾ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഇനി നമുക്ക് പുളിന്റെ വെള്ളം വെച്ചെടുക്കാം കേട്ടോ. പുളിന്റെ വെള്ളം വെച്ച് കുറച്ച് ചപ്പും കരിവേപ്പൊക്കെ കൂടെ ഇട്ടിട്ടോ. എല്ലാം കൂടെ ഒന്ന് തിളച്ച് വെച്ച് എല്ലാവരും ഒന്ന് ഇങ്ങനെ വെച്ച് വെക്കണേ. ചെമ്മീൻ ഇങ്ങനെ ഒന്ന് മുളകിട്ട് വെക്കാൻ നല്ല ടേസ്റ്റ് ആയ കറി കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടാവും. കുറഞ്ഞ ഓവർ വെള്ളമൊന്നുമില്ലാതെ കുറഞ്ഞ വെള്ളത്തിൽ നമ്മൾ ഒന്ന് മുളകിട്ട് ഇതേമാതിരി ഒന്ന് മുളകിട്ട് വെക്കുക. നമ്മളെ കറി ഇവിടെ റെഡിയായി. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നാളെ പുതിയ വീഡിയോ ആയിട്ട്